കാര്യം കൂടെ അനിൽകുമാർ, അതായത് ഒരു ഫ്ലോർ സ്ട്രാറ്റജി ഫേസ് ചെയ്യേണ്ടി വരാറുണ്ടോ ചർച്ചയ്ക്ക് പോയിരിക്കുമ്പോൾ? ചർച്ചയിൽ എപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടേതായ അജണ്ടയിലാണ് വിഷയം തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഏത് വിഷയം ചർച്ച ചെയ്യണം, ഒരു സമൂഹത്തിൽ ഏറ്റവും ഉദാഹരണ സഹിതം പറയാമോ ഏതെങ്കിലും ഒന്ന്? ഒരു വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ നമുക്ക് രാഷ്ട്രീയത്തിന് കേരളത്തിന് ഗുണകരമായ ഒരു വിഷയമായിരിക്കത്തില്ല അവരെടുക്കാൻ പോണത്. നൈമിഷികത, വൈകാരികത, ഇടതുപക്ഷ വിരുദ്ധത, ഇത് മൂന്നും ചേരിത്തേരുന്ന ആഡ് ചെയ്തു സ്ത്രീ വിരുദ്ധ. ഇടതുപക്ഷമാണ് സ്ത്രീ വിരുദ്ധമാകും, വലതുപക്ഷമാണെങ്കിൽ സ്ത്രീപക്ഷമാകും. അപ്പോൾ ഇടതുപക്ഷ വിരുദ്ധതയിൽ ഊന്നു നിന്നുകൊണ്ടാണ് ഇത്തരം നൈമിഷികമായ വൈകാരികമായ വിഷയങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി എന്നുകൊണ്ട് ഇടതുപക്ഷമാകെ തെറ്റിപ്പോയി എന്ന ആഖ്യാനമാണ് ചർച്ചയിൽ പങ്കെടുത്തവരെ ഞങ്ങൾ പരാജയപ്പെടുത്തി എന്ന രീതിയിൽ വൈകുന്നേരം കിടന്നുറങ്ങാൻ തേച്ചൊട്ടിച്ചു പിന്നീട് റീലുകളായിട്ട് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കും. അതാണ് അതിന് സാധിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകർ തുടർച്ചയായിട്ടൊരു കാര്യം അവതരിപ്പിച്ചാൽ അപ്പം തന്നെ അത് ബ്രേക്ക് ചെയ്യും. അത് റീലാവരുത്. അതേസമയം അപ്പുറത്തുള്ളവർ ഒരു വലതുപക്ഷ മാധ്യമത്തിനകത്ത് പറയുന്ന മുഴുവൻ അനുവദിക്കും, കാരണം അത് റീലാവും. ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ തകർത്ത് വിട്ടു ഒന്ന് പിറ്റേന്ന് റീല് വരും. അല്ല, പ്രതിഷേധിച്ചിറങ്ങിപ്പോയപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അനിൽകുമാർ പരിപാടി അവസാനിപ്പിച്ചു പോയി, തോറ്റുപോയി എന്നൊക്കെ പറയുന്ന. അതല്ല പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് നടുവിൽ ഇടതുപക്ഷത്തിന്റെ മേലെ കെട്ടിവെക്കാൻ നോക്കിയ ഒരാഖ്യാനം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി മാസപ്പടി എന്ന കെട്ടുകഥ, അത് മറുപടി പറയാൻ അനുവദിക്കാത്ത വിധം അവരൊരു അജണ്ട ഇങ്ങോട്ടുണ്ടാക്കിയത് നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണ്. ആ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടായിരിക്കൽ ജനാധിപത്യത്തിലൊരു അവകാശമാണ് പ്രതിഷേധിക്കൽ, ജനാധിപത്യത്തിലൊരു അവകാശമാണ് ബഹിഷ്കരണം. മാധ്യമങ്ങളെ എല്ലാ കാലത്തേക്കും ബഹിഷ്കരിക്കലല്ല, അവരുന്നയിച്ചൊരു വിഷയത്തിനകത്തെ അവരുടെ ജനാധിപത്യ വിരുദ്ധതയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രക്ഷോഭം തന്നെ. ഈ അടുത്തൊരു ചർച്ചയിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പി ചിത്രഞ്ജൻ ഇറങ്ങി പോകുമ്പോൾ അവിടെ ഇരുന്ന് അവതാരകൻ ഇത് ജനാധിപത്യമല്ല, രീതിയല്ല എന്നൊക്കെ പറഞ്ഞു.